പ്രമോദ് ാണ് നിലവിൽ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിന് ചുറ്റുമായി കൂടി നിൽക്കുന്നത്. അത് ക്യൂ ആയും അല്ലാതെയും ഒക്കെയായി വലിയ ജനാവലി ഈ കടലിനോട് ചേർന്ന് ആലപ്പുഴയിലെ കടലിനോട് ചേർന്നാണ് റിക്രിയേഷൻ ഗ്രൗണ്ട്. വലിയ പ്രദേശം കൂടിയാണ്. അതിനു ചുറ്റും ഒരു ജനസാഗരമായി കടലിനോട് ചേർന്നൊരു മറ്റൊരു ജനസാഗരമായി ആളുകളുടെ കൂട്ടം ഇങ്ങനെ നിൽക്കുകയാണ്. അവർ VS-നെ അവസാനമായി എത്തുകയാണ്. ഇവിടെ ക്രമീകരണങ്ങൾ ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇതിന്റെ VS-നെ മൃതശരീരം കിടത്തുന്ന ഭാഗത്തിന് തൊട്ട് മുമ്പായി മന്ത്രിമാരും പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടെയുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിന് പിറകിലായി മറ്റ് നേതാക്കളും പ്രധാനപ്പെട്ട പ്രമുഖരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇരിക്കും. അതിന് തൊട്ട് അപ്പുറത്ത് ബാരിക്കേഡുകൾ തീർത്ത് കസേര വെച്ച് ഫെൻസ് ചെയ്ത് 2 ഭാഗങ്ങളായി അതിന് മാറ്റിയിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു 1000-ന് മുകളിൽ ആർക്കിരിക്കാൻ നിലവിൽ സൗകര്യങ്ങൾ വലിയ തരത്തിലൊരു പന്തൽ കൂടി അവിടെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിന് പുറത്ത് വരിവരിയായി ഈ ബാരിക്കേഡ് തീർത്ത് വരുന്ന ഭാഗങ്ങളിൽ പോലീസിന്റെ നിയന്ത്രണത്തിനും ഒപ്പം തന്നെ പാർട്ടി വളണ്ടിയർമാരുടെ നിയന്ത്രണത്തിലുമായിരിക്കും ആളുകൾ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുമായി ഈ പോലീസ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുക, റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുക. അതിനുള്ള പൂർണ്ണ സജ്ജീകരണം നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എത്ര സമയമെടുത്ത് ഈ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അല്പസമയം മുമ്പ് ഞാൻ ഇതിന്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ ഏകദേശം ഈ ചുറ്റപ്പെട്ട കടലിനോട് ചുറ്റപ്പെട്ട ഭാഗമാണ്, കടലിന്റെ കരയാണ് ഇതിന്റെ തൊട്ട് അപ്പുറത്തെ ഭാഗങ്ങളെല്ലാം മലയോര ഹൈവേ ഭാഗങ്ങൾ. അതിന്റെ എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴയിൽ പൊതു അവധി കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആലപ്പുഴയിലേക്ക് ഇങ്ങനെ ആളുകൾ എല്ലാ മേഖലകളിൽ നിന്നും ആലപ്പുഴ ജില്ലയുടെ എല്ലാ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിവിധ മേഖലകളിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ ഇന്നലെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ പല ആളുകളോടും സംസാരിച്ചപ്പോൾ അവർ കാസർഗോഡുകാരാണ്, തിരുവനന്തപുരത്തുകാരാണ്, ഇടുക്കിക്കാരാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള VS-ന്റെ സ്നേഹം അനുഭവിച്ച ആളുകൾ, VS ഭരണാധികാരി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തു നൽകിയ സേവനങ്ങൾ ലഭിച്ച ആളുകൾ, ഉപഭോക്താക്കളായ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഒക്കെയാണ്. CPM പ്രവർത്തകരോ ഇടതുപക്ഷ പ്രവർത്തകരോ മാത്രമല്ല, VS എന്ന 2 അക്ഷരത്തെ കേരളം എങ്ങനെ സ്നേഹിച്ചു എന്നതിന്റെ, VS അത് എങ്ങനെ ജനങ്ങൾക്ക് തിരിച്ചു നൽകിയിരുന്നു എന്നതിന്റെ പൂർണ്ണ ഉദാഹരണം, ഇതിന്റെ ഒരു പരിച്ഛേദമായി മാറുകയാണ് നിലവിൽ ഈ റിക്രിയേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. VS അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അവസാനത്തെ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് വലിയ ചുടുകാടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ കണ്ടേ മടങ്ങൂ എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചാണ് എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. ആ കാഴ്ചയാണ് നിലവിൽ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇങ്ങോട്ട് എത്തുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ആളുകൾ ഇതിന് അടുത്തായി ഇങ്ങനെ ചുറ്റ് കൂടി കിടക്കുകയായിരുന്നു. ഈ ഒരുപക്ഷെ ആലപ്പുഴയിലെ ഒട്ടുമിക്ക ഹോട്ടലുകളും പൂർണ്ണമായും നിറഞ്ഞിട്ടുണ്ട്. റൂമുകൾ പൂർണ്ണമായും ആളുകൾ ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ബസ്സുകളിലും ട്രെയിനിലും ഒക്കെയായി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നാണ് VS-ന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ എത്തുന്നത്. നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ VS എന്താണോ കേരളത്തിന് നൽകിയത് അത് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലും കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്, ഇരിപ്പിടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറത്ത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ്. തീർച്ചയായും വിജിൻ, അവിടേക്ക് ഇപ്പോൾ നിലവിൽ അവിടെയുള്ള ആളുകളെ കൂടാതെ ധാരാളം ആളുകൾ മറ്റിടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ കാണാൻ കഴിയാതെ അവിടേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാർട്ടി തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത് പരമാവധി ആളുകൾ ഇവിടെ നിൽക്കാതെ, ഇവിടെ അരമണിക്കൂറിൽ കൂടുതൽ വീട്ടിലോ അല്ലെങ്കിൽ DC ഓഫീസിലോ വയ്ക്കാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ആളുകൾ റിക്രിയേഷൻ ക്ലബിലേക്ക് എത്തിച്ചേരണം എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിൽ അവിടെ ഉള്ളതിൽ കൂടുതൽ ആളുകൾ ഇനി അവിടെ വേറെയും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അത് കുറെ കൂടി പിന്നെ അസാധ്യമാക്കി തീരും. എല്ലാവർക്കും കാണുക എന്ന് പറയുന്നത് കുറെ കൂടി അസാധ്യമാക്കി തീർക്കുകയല്ലേ അത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ആദ്യം പിന്നെ അഭിവാദ്യം അർപ്പിക്കുന്നു. അതിനുശേഷം മാത്രമേ പൊതുജനങ്ങൾക്ക് അതിലേക്ക് അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതൊരു പിന്നെ ഒരു വലിയ ടാസ്ക്കായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
തിരുവനന്തപുരത്ത് നിന്ന് VS-ന്റെ വിലാപയാത്ര പുറപ്പെട്ടത് മുതൽ ഒരു തരത്തിലും സമയക്രമീകരണം പാലിക്കാൻ കഴിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഗ്രൗണ്ടിലെയും അവസ്ഥ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പാർട്ടി ഓഫീസിലും അതുപോലെ തന്നെ വീട്ടിലും അധിക നേരം അരമണിക്കൂർ മാത്രം പൊതുദർശനം മതി എന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും അവിടെ എത്താൻ തീരുമാനിച്ചിരുന്ന ആളുകൾ, അവിടെ എത്തിയിരുന്ന ആളുകളൊക്കെ VS-ന്റെ അവസാന നിമിഷം കാണാനായി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കായിരിക്കും എത്തിച്ചേരുക. അവരെല്ലാം ഈ കണ്ടേ മടങ്ങൂ എന്നുള്ള വാശിയിൽ നിർബന്ധത്തിൽ ഒക്കെയാണ് അവരൊക്കെ ഇവിടത്തേക്ക് എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ CPM തീരുമാനിച്ചത്, ഒപ്പം തന്നെ ദർബാറൊക്കെ പൊതുദർശനത്തിൽ വെച്ചപ്പോൾ കാണാനെത്തുന്നവരെ പൂർണ്ണമായും VS-ന്റെ മൃതശരീരം കാണിച്ച് വിട്ടാൽ മതിയുള്ള തീരുമാനമായിരുന്നു CPM തന്നെ എടുത്തത്. അത്തരം നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ റിക്രിയേഷൻ ഗ്രൗണ്ടിലും സമാനമായ രീതിയിൽ CPM തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെയൊക്കെ കാണിച്ച് എപ്പോൾ VS-ന്റെ മൃതശരീരം സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. സമയം നിലവിൽ തന്നെ ഏകദേശം 1:30 ആയിട്ടുണ്ട്. ഇനിയാണ് പാർട്ടി ഓഫീസിലെ പൊതുദർശനം നടക്കേണ്ടത്. ആ പൊതുദർശനത്തിലും നിരവധി ആളുകൾ പാർട്ടി ജില്ലയിലെയും ഒപ്പം തന്നെ മുല്ലപ്പള്ളിയിലെയും അതിന്റെ പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ ആളുകൾ ഒക്കെ കാണാനായി എത്തുന്നുണ്ട്. പ്രായമായവർ, കുട്ടികൾ, യുവാക്കൾ, വനിതകൾ ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടത്തേക്ക് VS-നെ കാണാനായി ണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒക്കെ കാണിച്ച് ഈ പൊതുദർശനത്തിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ എത്ര സമയമെടുത്ത് ആ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയും, പിന്നീട് വലിയ ചുടുകാടിലേക്ക് ഈ മൃതശരീരം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആശങ്ക നിലവിൽ എന്തായാലും ഇവിടെ എത്തുന്ന ആളുകളെ പൂർണ്ണമായും VS-ന്റെ മൃതശരീരം കാണാനുള്ള സൗകര്യം ഒരുക്കിയ ശേഷം മാത്രം മാറ്റുക എന്നതാണ് നിലവിൽ ഇപ്പോൾ ഇന്നലെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ദർബാർ ഹാളിൽ ഒപ്പം തന്നെ AK സെന്ററിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പൊതുദർശനത്തിന്റെ അവസാന സമയം വരെ ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പ്രത്യേകമായി ഒരുക്കിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവസാന ഘട്ട സമയം വരെ ഈ പൊതുദർശനത്തിന്റെ എല്ലാ കാണിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇരിക്കും എന്നുള്ളതാണ് നിലവിൽ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് വ്യക്തമാകുന്നത്. അതിന് മുമ്പ് ഏതെങ്കിലും സമയക്രമം തെറ്റിയാൽ അത് പൊതുദർശനം അവസാനിപ്പിച്ച് മാറ്റുമോ എന്നുള്ള കാര്യം ഇനി കണ്ടറിയേണ്ടതാണ്. പക്ഷെ നിലവിൽ CPM തീരുമാനിച്ചിരിക്കുന്നത് മുഴുവൻ ആളുകളെ കാണാനെത്തുന്ന മുഴുവൻ ആളുകളെയും VS-ന്റെ മൃതശരീരത്തിന് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി മാത്രം ഈ മറ്റ് നടപടികൾ സംസ്കാരത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ള തീരുമാനമാണ് നിലവിൽ പ്രമുഖം. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം, വേലിക്കകത്ത് വീട്ടിൽ വളരെയധികം ആളുകൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അഭിവാദ്യം അർപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനാണ് റെഡ് വോളണ്ടിയർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിര ആളുകളെ ഒന്നിച്ച് കടത്തിവിടുകയാണ്. പക്ഷെ അവരോരോരുത്തരും അവരുടെ ഒരു വികാര പ്രകടനം അവിടെ ഒഴിവാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത്രയധികം ആവേശത്തോടു കൂടിയാണ് അവർ VS-നെ യാത്രയാക്കുന്നത് എന്ന് കാണണം. മുഷ്ടി ചുരുട്ടിയും അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞും അതുപോലെ തന്നെ പലതരത്തിലുള്ള അഭിവാദ്യ പ്രകടനങ്ങൾ നടത്തിയുമാണ് അവർ കടന്നു പോകുന്നത് എന്ന് കാണണം. ഇത് ഒരു ജനക്കൂട്ടമല്ല, ഇത് ഒരു ജനസഞ്ചയമെന്ന് പറയണം. ഇതിൽ ജനങ്ങൾ ഒന്നാകെ, അതിപ്പോൾ വേറിട്ട് നിൽക്കുന്ന ഒന്നുമില്ല, എല്ലാം ഒറ്റ യൂണിറ്റായിട്ട് കാണാവുന്ന വിധത്തിൽ പലതരത്തിലുള്ള ചിന്തകളുള്ളവർ, വിശ്വാസങ്ങളുള്ളവർ, പല വിഭാഗങ്ങളിൽ പല തൊഴിലെടുക്കുന്നവർ തുടങ്ങി ഏതൊക്കെ നിലയിലായാലും VS-ന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നവരുണ്ട് ആ കൂട്ടത്തിൽ. അവർക്ക് ആ കണ്ണുകളിലേക്ക് ഒന്നുകൂടി നോക്കണമെന്ന ഒരു തോന്നൽ അവരുടെ അവർക്ക് ഉണ്ടാവുന്നു അത് കടന്നു പോകുന്നതിന് മുമ്പ്. അതുകൊണ്ടൊക്കെ തന്നെ അവരിൽ പലരും ഈ ഒരു നിമിഷത്തെ വൈകാരികമായും കണ്ടുകൊണ്ട് തന്നെ അതിലേക്ക് എത്താൻ വേണ്ടി തന്നെ വന്ന ആളുകളാണ്. അതിൽ ഒരു യാന്ത്രികമായ ഒരു കടന്നുപോകലിന്റെ ചിത്രമല്ല നമ്മൾ കാണുന്നത് എന്നതാണ് ഓർക്കേണ്ടത്. ഇത് ഇനിയും ഇതേപോലെ തുടരാൻ പോവുകയാണ് DC ഓഫീസിൽ. നേരത്തെ നമ്മൾ കണ്ട ദൃശ്യത്തിൽ DC ഓഫീസിൽ കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് കണ്ടത്. അത് അത്രയും ആവേശപൂർവ്വം എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകളാണ് എന്ന് കാണണം. ഇതൊരു ഒരു ജനകീയ നേതാവിന്, ഒരു ജനനേതാവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും വലിയൊരു യാത്രയപ്പായിരുന്നു നമ്മൾ കാണേണ്ടി വരും. DC ഓഫീസിൽ നിന്ന് നമ്മോടൊപ്പം സെയ്ഫ് സൈനുൽ അബ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, ഇപ്പോൾ ഇവിടെയും ഇപ്പോഴും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ആളുകളെ
വളരെ ഒന്നിച്ച് കടത്തിവിട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ല. ഒരു സമയം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം പിന്നെ പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ടാവുക. DC ഓഫീസിൽ വിഷ്വലി നമ്മൾ കണ്ടു, ധാരാളം ആളുകൾ അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അവിടെ ഏതൊക്കെ വിധത്തിലുള്ള ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്? പ്രമോദ്, ആദ്യ ദിവസം മുതൽ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് ജനങ്ങളുടെ വലിയ തിരക്ക് കൊണ്ടാണ്. ഇപ്പോ ആദ്യ ദിവസം ആശുപത്രിയിൽ നിന്ന് AKG സെന്ററിലേക്ക് എത്തിക്കുന്ന സമയത്ത് പാർട്ടി തീരുമാനിച്ചിരുന്നത്, പാർട്ടി അതിന്റെ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ഇന്ന സമയത്ത് ഇതുവരെ ഇന്നയെടുത്ത്, അതിനുശേഷം ഇന്നയെടുത്ത് ഈ സമയം വരെ എന്നൊരു പ്ലാൻ പാർട്ടി തയ്യാറാക്കിയിരുന്നു. അത് പ്രകാരം രാത്രി 9 മണി വരെ ആയിരുന്നു AKG സെന്ററിൽ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇറക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 12 സമയത്താണ്. അത്രയും വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവസാനം ഇപ്പോ പ്രമോദ് സൂചിപ്പിച്ച പോലെ ആൾക്കാർ ഇങ്ങനെ തുടർച്ചയായി കയറ്റിവിട്ടുകൊണ്ട് കൂട്ടത്തെ ഒരു ലൈൻ എന്നുള്ളത് 3 ലൈനൊക്കെ ആക്കി ആൾക്കാർ കയറ്റിവിട്ടതാണ്. ആ തിരക്കൊന്ന് കുറച്ച് ആ പ്രശ്നം പരിഹരിച്ച് രാത്രി വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇന്നലെ രാത്രി 9 മണിയോടുകൂടി VS-ന്റെ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരണം എന്ന് തീരുമാനിച്ചതാണ്. ഇന്ന് പക്ഷെ എത്തിച്ചേർന്നത് ഏതാണ്ട് 12 മണിയോട്. 22 മണിക്കൂറോളമുള്ള ആ വിലാപയാത്ര. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു വിലാപയാത്ര, ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയും സമാനമായ രീതിയിലായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കണം. അത്രയും വലിയ ജനത്തിരക്ക് നമുക്ക് റോഡിന്റെ 2 വശത്തും കാണാൻ കഴിഞ്ഞു. 22 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയാണ് നമുക്ക് ഇന്നുമായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ അരമണിക്കൂർ സമയം വെക്കത്തുള്ളൂ എന്നുള്ളതാണ് പാർട്ടി ഒടുവിൽ തീരുമാനിച്ചത്. പക്ഷെ അതും അങ്ങനെയും അത് പാലിക്കാൻ കഴിയുന്നില്ല. കാരണം വരുന്ന ജനങ്ങളെ മുഴുവൻ കാണിക്കാതെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ ആൾക്കാരെ കയറ്റിവിട്ട് VS-നെ അവസാനമായി കാണിച്ച് DC ഓഫീസിലേക്ക് എത്തിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. DC ഓഫീസിൽ അരമണിക്കൂർ സമയമാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാരണവശാലും അത് നടക്കില്ല. കാരണം DC ഓഫീസിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഏതാണ്ട് DC ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തോളം ആൾക്കാരുടെ ഒരു തിരക്ക്, ഒരു നീണ്ട ക്യൂ കാണുന്നുണ്ട്. അത് ഇപ്പോൾ വന്ന ആൾക്കാരല്ല. ഞാൻ രാവിലെ മുതൽ അവിടെ നിന്ന് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, അങ്ങനെ വടക്ക് ജില്ലകളിൽ നിന്നുള്ള എല്ലാ മനുഷ്യന്മാരും VS-നെ അവസാനമായി കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ പ്രായക്കാരും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പയ്യനോട് സംസാരിക്കുമ്പോൾ പയ്യൻ പറഞ്ഞത് ആഹാരം കഴിച്ചു, പക്ഷെ കുളിച്ചിട്ടും ഒന്നുമില്ല, പക്ഷെ VS-നെ കണ്ടിട്ടേ പോകത്തുള്ളൂ, ഇനി എന്ത് പറഞ്ഞാലും VS-നെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു 18-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഏതാണ്ട് ഒരു 60 വയസ്സുള്ളൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവരും VS-നെ കാണാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഈ അരമണിക്കൂർ കൊണ്ട് DC ഓഫീസിലെ പൊതുദർശനം കഴിയും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം അവിടുത്തെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ക്യാമറ റോഡിലേക്ക് വെച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ വിഷ്വൽസിനെ കാണിക്കാൻ കഴിയില്ല. അതൊരു ഹെലികാം വിഷ്വൽസിലൂടെ മാത്രമേ ചിലപ്പോൾ അതിന്റെ ക്യൂവിന്റെ ഒരു തീവ്രത മനസ്സിലാവും. നമ്മൾ അല്പസമയത്തിനകം തന്നെ ആ വിഷ്വൽ എന്തായാലും നൽകുന്നതുമായിരിക്കും.